everyone, welcome back. ഓക്കെ നീ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂവി കാണാനുണ്ട്, ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കവർ ചെയ്യാണ്ട്, പിന്നെ ആസ് യൂഷ്വൽ ഫുഡ് കഴിക്കാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മാളിലാണ്. പലാക്സിന്നാണ് ഞാൻ സാധാരണ മൂവി കാണാറ്. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വീടിൻ്റെ ആ ഭാഗത്തുനിന്നായിരുന്നു. സോ തവണ നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ചുകൂടെ നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മൂവി കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം. ഏകാചിത്ര മൂവിക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ എനിക്ക് അറിയിക്കാം. രേഖപ്പെടുത്തുക എന്തായാലും കുഴപ്പമില്ല. അപ്പം എന്തായാലും നമുക്ക് മൂവി കാണാം, ദെൻ ഫുഡ് കഴിക്കാം, ദെൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ളത് പറയാം. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ, സപ്പോർട്ടും ഷെയറും ലൈക്കും എല്ലാം വേണം. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. സോ സ്റ്റേ ട്യൂൺ. ഫസ്റ്റ് ചെയ്യണം. അപ്പം ശരി, അപ്പം ശരി, മൂവി കാണാം. അങ്ങനെ നമ്മൾ ഏകാചിത്ര മൂവി കണ്ട്. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് മൂവീസ് നമുക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണ്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് എത്തിയാൽ ഫുൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത 4 ഐറ്റംസ് അല്ലേ ഓർഡർ ചെയ്തത്. 2 ബർഗർ, പിന്നെ 2 റാപ്പ് ഓർഡർ ചെയ്തു. അപ്പം ചിക്കനിട്ട് വന്നു. ഇനി ഫുഡ് അതിൻ്റെ ശേഷം ഓർഡർ ചെയ്തു. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പം അതിന് മുന്നേ നമ്മളത് കഴിച്ച് തുടങ്ങാൻ വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് ലൈവും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് കഴിച്ചു തുടങ്ങാം. പിന്നെ നമ്മൾ ലൈവ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നോക്കട്ടെ എവിടെയും പറ്റുമോ, നോയ്സുകൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണം. അതാണ് കഴിച്ചിട്ട് വരാം. സെക്കൻഡ് ഐറ്റം വന്നിട്ടുണ്ട്. റാപ്പും ചീസി പൊറാട്ടയാണ്. റാപ്പ് ആരെങ്കിലും ഓർഡർ ചെയ്തത്? ചീസി പൊറാട്ടയോ? നേരെ തിരിച്ചല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത് നമ്മളായി കഴിക്കുക. നമ്മൾ ഓർഡർ ചെയ്ത് ഞാനും കഴിക്കേണ്ടില്ല. അത് സാധാരണ ഉണ്ടാവാറ്. അതായത് നോക്കാം, നേരത്തെ ഓർഡർ ചെയ്തത് 2 ബർഗേഴ്സ് ആയിരുന്നു. പിന്നെ ഒരെണ്ണം ഗ്രിൽഡ് ചിക്കനും ഒരെണ്ണം ഫ്രൈഡ് ചിക്കൻ്റെ ആയിരുന്നു. ഫ്രൈഡ് ചിക്കൻ ഇവരും ഗ്രില്ല് ഞാനായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ കഴിച്ചത് ഗ്രിൽഡ് പോലത്തെയാണ് ഇഷ്ടപ്പെട്ടത്. വല്ലാതെ എനിക്കിഷ്ടമായത് ഗ്രിൽഡല്ല, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ കഴിച്ചതിൽ എനിക്ക് പറ്റില്ല. ഞാൻ ഫ്രൈഡിൻ്റെ വലിയൊരു ഫാനല്ല. അതുകൊണ്ട് ഗ്രിൽഡ് ഓർഡർ ചെയ്തു. ഗ്രിൽഡൊക്കെ സോസ് ആഡ് ചെയ്തിട്ടുള്ള സോസ്, ഒരു ഡൈനാമിക് സോസ് തോന്നുന്നുണ്ട് ചിക്കനിൻ്റെ. പക്ഷെ ഒരു നല്ല ഒരു സ്പൈസി ഫ്ലേവർ ഇഷ്ടം. എന്തായാലും ഇതിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡ് എന്നാൽ 2 ബർഗർ, പിന്നെ ഒരു റാപ്പ്, ഒരു ചീസി പൊറോട്ട. ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ സ്പൈസിയാണ്. ഇംഗ്ലീന്ന് പറയും. ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ നല്ല സ്പൈസി ആയിട്ടുള്ള സാധനം. അതിലേക്കാണ് ഒരാളെ കണ്ടു പോയത്. സംഭവം എന്താ വെച്ചാൽ അവൻ ഓർഡർ ചെയ്യുന്ന ഫുഡിന് ഭയങ്കര എരിവുണ്ടാവും. സ്പൈസി ആയിട്ടുണ്ടാവുക. സ്പൈസി സോസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ സെലക്ട് ചെയ്യുന്ന മൊത്തം സ്പൈസി അല്ലാത്തായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇത് കൊള്ളാം. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഓരോ ഐറ്റംസ് ട്രൈ ചെയ്ത് എടുത്തത്. പിന്നെ ഓരോ സ്ഥലത്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ എന്നാലും നമ്മൾ കയറുന്ന സ്ഥലത്ത് പ്ലാനിനനുസരിച്ച് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനത്തിന് കമ്പാരിറ്റീവ്ലി ഇത് ലൈക്ക് സ്പൈസിനെസ് കുറവാണ്.
പിന്നെ അതേപോലെ തന്നെ നമ്മളെ മറ്റേ വെഡ്ഡിങ് കാർഡിൻ്റെ ഒരു സാധനം കണ്ടിട്ട് വെഡ്ഡിങ് കാർഡ് അടിക്കാൻ കൊടുത്തതിൽ കാണിച്ചു ഹൗസ് ഇതായിട്ട് നമ്മളെ ഇൻവിറ്റേഷൻ കാർഡ്. എന്തായാലും അതൊക്കെ കണ്ട ഇഷ്ടപ്പെട്ടു, എനിക്കിഷ്ടമായി ഒക്കെ ഇഷ്ടമായി അങ്ങനെ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരാഗ്രഹമാണ് വെച്ചാൽ ഇവിടുന്ന് റീലെടുക്കണം എന്ന് പറയാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് സാധനമുണ്ട് കൂടും ആ സാധനം ഇവിടുന്ന് എടുക്കും, അതെടുത്ത് നോക്കണം. ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുന്ന് എടുക്കാനാണ് ഇവള് പറയുന്നത്. നോക്കാം. ഞാനിതുവരെ അങ്ങനെ കേട്ടില്ല, ഇവിടെ അങ്ങനെ കേട്ടില്ല പബ്ലിക്കായിട്ട്. നമ്മളാരും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് ഒരു റീലെടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം എന്തായാലും ഇവിടുന്ന് എടുത്ത് നോക്കാം, നമുക്ക് നോക്കാം. പിന്നെ ഗൈസ് വെഡ്ഡിങ് ഒക്കെ ആയിട്ട് ഇപ്പോൾ വെഡ്ഡിങ് കാർഡാണ് നമ്മൾ ആദ്യം സെറ്റ് ആയത്. ഇനിയിപ്പം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പിലാക്കാനുണ്ട്, ഓരോരോ തിരക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോരോ ഔട്ടിങ്ങും കാര്യങ്ങളും എവിടെയൊക്കെ പോകുന്നുള്ള ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യും. അല്ലാത്ത പക്ഷേ നമ്മൾ ഇതേപോലെ വ്ളോഗ് വരുന്ന സമയത്ത് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയിക്കും. നെക്സ്റ്റ് നമ്മൾ നമ്മൾ ഡ്രസ്സ് എടുക്കാനല്ലോ, നമ്മൾ ഡ്രസ്സ് എടുത്തില്ല, വെഡിങ്ങിനുള്ള ഡ്രസ്സും റിസപ്ഷനുള്ളതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് വ്ളോഗ് ചിലപ്പോൾ അതായിരിക്കും മേ ബി. ഐ തിങ്ക് സോ. അത് എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് റീലൊന്നും എടുത്ത് നോക്കാം, എന്താവും അറിയില്ല. നോക്കാം, അത്യാവശ്യം ക്രൗഡുണ്ട്, വലിയ രീതിയിൽ എല്ലാവരും ചെയ്യണമെന്നിട്ട് അത് ചെയ്യാൻ തോന്നി. വേറൊരു സംഭവം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞത് വേറെ റീലും കൂടെ ഉണ്ട്. എല്ലാം ഇവളുടെ പ്ലാനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ നമ്മളൊരു ഫർണിച്ചർ കടയിലേക്കാണ് പോയത്. ഫർണിച്ചർ കടയിൽ നിന്ന് കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ നോക്കാനുണ്ടായിരുന്നു, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്തു. അവിടെ കുറച്ച് ബഡ്ജറ്റ് കൂടുതലായിരുന്നു. മേ ബി വേറെ അവിടെ നിന്നെങ്കിലും നല്ല ബഡ്ജറ്റിൽ കിട്ടുവാണ്, അതായത് നമ്മളെ ബഡ്ജറ്റിൽ കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫിക്സ് ചെയ്യും. ഇതെടുക്കാൻ തന്നെ ഇത് നോക്കാൻ തന്നെ കുറേ ടൈം എടുത്തുകൊണ്ടാണ് വാസ്തവം. അപ്പം നമ്മളിവിടെ ഇപ്പോൾ തൽക്കാലം ഫർണിച്ചർ നോക്കാണ്ട് വരും വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു കട കയറി നോക്കി, കുഴപ്പമില്ല, എന്നുള്ള പ്രൈസും കാര്യങ്ങളൊന്നും നെഗോഷിയേറ്റ് ചെയ്തിട്ട് നോക്കാം, നിങ്ങളാണോ അല്ലെ വേറെ അവിടെ നിന്ന് എടുക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കും അല്ലേ. അപ്പം എന്തായാലും ഇവിടുത്തെ പരിപാടി ഇത് നേരെ ഇതൊക്കെ ഒരു ചെരുപ്പ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് SML ഒന്ന് പോയി നോക്കാം. വ്ളോഗ് നിറയെ ഇതല്ലേ ഇരിക്കും, പർച്ചേസിങ് ആയിരിക്കും. കാരണം കല്യാണം വരുന്നത് ഒരുപാട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ. അതുപോലെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളോട് കയറാറുണ്ട്. കയറി എപ്പോഴും അറിയില്ല, എന്താ കുടിക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ലൈക്ക് ഫർണിച്ചറിൻ്റെ അവിടെ ജസ്റ്റ് നോക്കി, പക്ഷെ നമ്മൾ ജസ്റ്റ് നോക്കാന്നുള്ളൂ. ഫൈനലൈസ് ചെയ്യണം എന്തായാലും വീട്ടുകാർ വേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ അവിടുന്ന് തൽക്കാലത്തേക്ക് ഇറങ്ങി. കുറേ ടൈം അവിടെ പോയി. പിന്നെ നമ്മൾ ഇവിടൊരു ചെരുപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു ചെരുപ്പ് എടുക്കണം. കുഴപ്പമില്ല, ഹാഫ് സാറ്റിസ്ഫാക്ടറി എല്ലാം അങ്ങനെ തന്നെയാണല്ലോ, അറിയാമല്ലോ ഗേൾസ് തിങ്സ്. ഒരു ചെരുപ്പ് എടുക്കാൻ പോയിട്ട് എത്ര സമയം? അരമണിക്കൂർ, 3 മണിക്കൂർ. അത് കുറവാണല്ലേ. ചെരുപ്പ് എടുക്കാൻ ഡ്രസ്സ് എടുക്കാൻ ഒരുപാട് സമയം. അതെല്ലാവർക്കും ഗേൾസിന് റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് ദാഹിച്ച് വലഞ്ഞു. ഇപ്പോൾ ഒന്ന് ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ നേരെ ബസ് കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബൈക്കിന് മേ ബി ടൈം എടുക്കാൻ മതി. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ജ്യൂസ് കുടിക്കുന്നു, നേരെ പിന്നെ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ നമുക്ക് കാണാം എന്താ പ്ലാനുണ്ട്. അപ്പോൾ തൽക്കാലം വയ്യാണ്ടേ നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് അങ്ങനെ അവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ നീ ഒറ്റയ്ക്ക് പോവല്ലേ ഒറ്റയ്ക്ക് പോവല്ലേ പോവില്ലേ? ഒറ്റയ്ക്കൊക്കെ പോകാം. അവസാനം ഞാനേ ഒറ്റയ്ക്ക് പോയി ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ വണ്ടി ഇടിച്ചിട്ട് പോവാണെങ്കിലോ. അങ്ങനെ നല്ല ഉണ്ടാവില്ല. നമുക്ക് അവിടെ നിന്ന് നോക്കാം, എന്തായാലും ഇവിടെ കൊണ്ടുപോയി വിടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു, പക്ഷെ നമ്മൾ ഇനിയിപ്പോ ഓരോ കാര്യങ്ങളും നമ്മൾ ഇറങ്ങുന്നത് പർച്ചേസ് ചെയ്യാൻ, ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോഴേ സമയം പോണത് അറിയില്ല. സത്യം ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ
അരമണിക്കൂർ 1 മണിക്കൂർ അടക്കും. എന്നാലും നമുക്ക് നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് തിരൂരേക്ക് ഒരു 1.5 മണിക്കൂർ കിട്ടൂലേ, തിരിച്ചിങ്ങോട്ട് 1.5 മണിക്കൂർ, മൊത്തം 3 മണിക്കൂർ. അപ്പൊ ഏകദേശം ഒരു 5 മണിക്ക് ഇവിടുന്ന് പോയാൽ ട്രെയിൻ ഉണ്ട്, മെയിലില്ലേ. പക്ഷെ നല്ല പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ സൂചി കുത്തുള്ള സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക് ട്രെയിനിൽ. അപ്പൊ ഇനി തിരിച്ചു പോകുന്ന അവസ്ഥ ആലോചിക്കാൻ വയ്യായിരിക്കും. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. അപ്പൊ എന്തായാലും നാട്ടിലേക്ക് പോകാനുള്ള ഒരു എല്ലാ ജോലി കഴിഞ്ഞൊരു ഭയങ്കര തിരക്കാറ്. അപ്പൊ ട്രെയിന് കുറച്ച് സീനാണ്, അത് എനിക്ക് പറയുന്നവരാ. അതുകൊണ്ട് ഞാൻ ബസ് ട്രെയിനിൽ പോകാനുള്ള മടിയുണ്ടല്ലോ, എന്താണ് തിരക്ക് ആലോചിക്കുമ്പോഴാണ് ഒറ്റ പോകും. രാവിലെ തന്നെ എന്തൊരു തിരക്കേന്ന് അറിയോ. എന്നാലും നോക്കാം. വർത്തമാനം പറഞ്ഞു. ഞാനൊന്നുമില്ല. അങ്ങനെ നമ്മുടെ KSRTC ഡിപ്പോയിലുണ്ട്. ഡിപ്പോയത് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടേ ഫസ്റ്റ് ടൈം അവിടെ നിൽക്കുന്നത്. ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് ബൈക്ക് വെക്കാന്. KSRTC ഡിപ്പോയിൽ. ഞാൻ വന്നിട്ടില്ല, ആദ്യം ഞാൻ വന്നിട്ടുണ്ട് കോളേജ് പഠിക്കുന്ന വന്നിട്ട്. ഇപ്പൊ കുറെ ഇവിടെ പാർക്കിംഗ് പിന്നെ അത് വെച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് എത്ര മണിക്കാ ബസ് നമുക്ക് നോക്കിയിട്ട്, ഇൻ കേസ് ഇനി ലേറ്റ് ആയിട്ടാണ് ചിലപ്പോൾ പ്രൈവറ്റ് ബസ് പോകുന്നില്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങാം. ഇന്നത്തെ ഒരു വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി നേരെ ഇവിടെ അവിടെ കൊണ്ടുവരുന്നു, തിരിച്ചുകൊണ്ട് വരുന്നു. അതാണ് ഇന്നത്തെ സ്റ്റോറി. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. എന്തായാലും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കുക. യു വോണ്ട് റിഗ്രറ്റ്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നല്ല ഉറക്കം വന്നിട്ട് വയ്യ. അയ്യോ വയ്യ, നല്ല ട്രാഫിക്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. കണ്ണൊക്കെ ചുമന്നിരിക്കും. അപ്പം ഞാൻ ഒരു ഉറക്കം കുറയും. എന്തായാലും അടുത്ത് നോക്കാം. അപ്പം ശരി, ബൈ.